ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നിങ്ങളുടെ അസാധാരണമായ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഡേ ആണ്. നിങ്ങൾ എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്നവരോട് പറ, അസാധാരണമായത് എന്തോ നടക്കാൻ പോകുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നോ? I came with a great expectation. God is going to do something great today. Amen. ഒരു നല്ല ആമേൻ പറഞ്ഞു. ഒരു നിമിഷം കാര്യങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണം. നിങ്ങളുടെ ചിന്താഗതികൾ മാറണം. ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണം. അസാധാരണമായ ചിലത് ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന് ഞങ്ങൾ വ്യക്തിപരമായി അറിയാൻ നീ ഞങ്ങളെ സഹായിക്കണം. In Jesus' name. Amen. ഒരു നല്ല ആമേൻ പറയാം. ഇരിക്കാൻ നമുക്ക്. സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ആത്മലോകം എന്നൊരു വിഷയമാണ്. പക്ഷെ അവിടേക്ക് നമുക്കിന്ന് കടക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇൻട്രഡക്ഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം തീരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുമ്പോൾ നമ്മൊരു പ്രധാന വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. അതിൽ 2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ മേലെ ഉള്ളിലേക്ക് പോകാം. ഒരു വാക്യത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം എടുക്കാം, അതിൻ്റെ 8-ാം അധ്യായം എടുക്കാം, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ കഫർനൂമിൽ എത്തിയപ്പോൾ ശതാധിപൻ അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ മർക്കോസിൽ ഇത് വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോളി ഞാൻ ഇല്ലാത്ത ആഴ്ചയിൽ ബ്രിങ് യുവർ സ്ട്രോങ് പെറ്റീഷൻ എന്നൊരു മെസ്സേജ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നോ? ഒരു നല്ല ആമേൻ പറയാമോ? ഞാൻ ആ വാചകം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കുകയും മർക്കോസ് പറയുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് പറഞ്ഞു. അവർ 2 റിക്വസ്റ്റും കൂടെ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. 2 നമുക്കൊരു പള്ളിയും കൂടെ വെച്ച് വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരു പള്ളി വെച്ച് വന്നിരിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിൻ്റെ അടുക്കൽ വല്ല റിക്വസ്റ്റ് നടക്കുമോ? നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞത് പ്രാർത്ഥന നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു റെക്കമെൻഡേഷൻ നടക്കുമോ ദൈവത്തിൻ്റെ അടുക്കൽ? നിങ്ങളൊന്നും മിണ്ടാത്തെ. നടക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ഇവർ വന്നിട്ട് ഒരു റെക്കമെൻഡേഷൻ പറയുക. അത് സ്ട്രോങ് പെറ്റീഷൻ എന്നാണ് ഞാൻ സോളി സംസാരിക്കുമ്പോൾ പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ആൾസോ ഇറ്റ് ഇസ് എ റെക്കമെൻഡേഷൻ ആൾസോ. കർത്താവിനോട് പറയുക, കർത്താവേ, ഈ മനുഷ്യൻ നമുക്ക് ഒരു പള്ളി തന്നിട്ടുണ്ട്, ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്, ഇവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇത് റെക്കമെൻഡേഷൻ അല്ലേ? നിങ്ങളെന്തൊന്നും വേണ്ടാത്തെ? യേശു ആ റെക്കമെൻഡേഷൻ എടുക്കാൻ പാടുണ്ടോ? വാസ്തവത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. നമ്മൾ അങ്ങനെയേ ചെയ്യത്തുള്ളൂ. റെക്കമെൻഡേഷൻ ഒന്നും എൻ്റെ അടുക്ക് നടക്കത്തില്ലെന്ന് നമ്മൾ പറയുന്ന ആളുകളാണ്. പക്ഷെ ദൈവം അവൻ ചെയ്തതിനെ സീരിയസ് ആയിട്ട് എടുത്തു. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നീ നിന്റെ ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. ഹല്ലേലൂയ. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ സേവിക്കുന്ന, നിന്നെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെ ദൈവം സീരിയസ് ആയിട്ട് എടുക്കും. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ നോക്കുന്ന ലീഡേഴ്സിനെ, നിങ്ങളുടെ മുകളിലാക്കി വെച്ചിരിക്കുന്ന ലീഡേഴ്സിനോട് നിങ്ങൾ ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. അവരെ സ്നേഹിക്കുന്നതിനെ ദൈവം സീരിയസ് ആയി കാണും. ആമേൻ. ഒന്ന് കൈയടിച്ച ഒരു ആമേൻ പറഞ്ഞേ. മാത്രമല്ല, അവനോട് കർത്താവ് റെക്കമെൻഡേഷൻ ചെയ്യാൻ ഉപയോഗിച്ച വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾക്കൊരു പള്ളി പണിഞ്ഞു വന്നിരിക്കുന്നു, കുറച്ച് പൈസ എനിക്ക് തന്നിട്ടുണ്ട്, പൈസ എനിക്ക് തരാനിടയായിട്ടുണ്ട്, ഞങ്ങളെ സഹായിച്ച ആളാണ്. ഇത് വല്ലതും പറഞ്ഞ ദൈവം കേൾക്കുമെന്നാണ് നമ്മുടെ ചിന്തയിലുണ്ടായിരുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ ആ ആളുകളുടെ വാക്കുകളെ യേശു കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തത് മറന്നു കളയുന്നവനല്ല എന്ന് പുസ്തകം എഴുതിയിരിക്കുകയാണ്. ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ആമേൻ. നീ ദൈവത്തിന് വേണ്ടി നിന്നത് അവൻ മറന്നു കളയാൻ കഴിയുന്നവനല്ല, അവന് വേണ്ടി നിന്നതിനെ ഓർക്കുന്നവനാണ്. നിങ്ങൾ എന്താ ചാടി എഴുന്നേറ്റ് നല്ല ആമേൻ പറയാതെ?
അടുത്തിരിക്കുന്ന ഒരാളോട് കൈ കൊടുത്തിട്ട് പറ, നീ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം ഓർമ്മിക്കുന്നവനാണ്. ഓ, ഒന്ന് കൈ അടിച്ചുകൊണ്ട് പറ, ദൈവം അതിനെ ഓർമ്മിക്കുന്നവനാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ ഞാൻ അങ്ങേക്ക് വേണ്ടി നിന്നതാണെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കുമെന്ന് പറയുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. അതിനെ കൺസിഡർ ചെയ്യുന്ന, അങ്ങനെയുള്ള ഒരാളെ പരിഗണിക്കുന്ന, അങ്ങനെ ഒരാളെ നമ്മൾ പറയുന്നത് ദൈവത്തെ വേറെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ അവരങ്ങനെ സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞത്, നോക്കാം, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറയരുത് എന്നൊന്നല്ല. ജെന്യുവനായി കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് സ്വർഗീയ റെക്കോർഡിലുണ്ട്. അതിനെ അതുകൊണ്ടാണ് പറഞ്ഞ, പുഴു കയറാത്ത, തുരുമ്പ് കയറാത്ത സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകുന്നത് നല്ലതാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഈ ഭൂമിയിൽ നിങ്ങൾ ചിലത് ചെയ്യുന്നത് സ്വർഗീയ നിക്ഷേപങ്ങൾക്ക് കാരണമാകും. ഈ ഭൂമിയിൽ ചിലരെ ശുശ്രൂഷിക്കുന്നത്, ഈ ചിലരെ പോയി കാണുന്നത്, ചിലരെ പോയി സഹായിക്കുന്നത്, ദരിദ്രരെ കാണുന്നത്, അവരെ സഹായിക്കുന്നത്, രോഗികളെ കാണുന്നത്, സഹായിക്കുന്നത്, സ്വർഗത്തിൽ റെക്കോർഡുണ്ട്. അങ്ങനെ ചെയ്യുന്നവരോട് ദൈവത്തിന് എന്റെ വലതുവശത്ത് നിൽക്കാൻ പറയാൻ ഇഷ്ടമുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളോട് ദൈവം പറയും, നീ പണി നോക്കി പോ, നീ ദൈവത്തിന് ചെയ്തെങ്കിൽ അങ്ങനെയൊന്നും അല്ല ദൈവം ഡീൽ ചെയ്യുന്നത്. അത് നിങ്ങളാണ്. സ്വർഗം പറയുന്നത് അവൻ എനിക്ക് വേണ്ടി ചെയ്തവനാകൊണ്ട് ഞാൻ അവൻ എൻ്റെ വലതുവശത്ത്. ഹല്ലേലൂയ. ചിലർ ഇതിനകത്ത് അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ കർത്താവിനോട് പറയാറുള്ള ഒരു കാര്യം, കർത്താവ് 22 വയസ്സിൽ എനിക്ക് പാപം ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. സമ്പത്തുള്ള സമയത്താണ് ഞാൻ യേശുവിനെ അറിഞ്ഞ്. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ബിസിനസ്, എൻ്റെ കടയിലെ കച്ചവടം നിന്നതിൻ്റെ ഒരു കാരണം, ഞങ്ങൾക്ക് ഏറ്റവും ബിസിനസ് ഉണ്ടായിരുന്നത് സിഗരറ്റിനായിരുന്നു. വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, സിഗരറ്റ് എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്? സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ സിഗരറ്റ് വിൽക്കും? ഞാൻ സിഗരറ്റ് നിർത്തി. അന്ന് മുറുക്കാൻ കടകളിലെ ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളത്. കൊച്ചു കൊച്ചു സ്റ്റേഷനറി കടകൾക്ക് ഹോൾസെയിൽ കൊടുക്കുക പരിപാടി. സിഗരറ്റ് ഏജൻസി വിട്ടതോടുകൂടെ ഒരു വലിയ ബിസിനസ് തന്നു. അന്ന് ഞങ്ങൾക്ക് കീ എന്ന് പറയുന്ന ഒരു തീപ്പെട്ടിയുടെ ഏജൻസി ഉണ്ട്. ആ സിഗരറ്റ് വിട്ടതോടുകൂടി ആ ഏജൻസി ഡൗൺ ആവാൻ തുടങ്ങി. തീപ്പെട്ടി അതിൻ്റെ കൂടെയാണ് പോകുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും എന്നോട് എതിർക്കാൻ തുടങ്ങി. കച്ചവടം കളഞ്ഞിട്ട് സുവിശേഷം പറയുകയാണ്. ഇത്രയും വർഷമായിട്ട് 1071 തുടങ്ങിയ സ്ഥാപനമാണ്. 71 ഞാൻ ജനിക്കുന്ന പിന്നെ സ്ഥാപനമുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവോ എതിർപ്പ് എത്രത്തോളം വേദനായിരിക്കുമെന്ന്? ഞാനിങ്ങനെ മസിൽ കൂടെ നിന്നു. അതുവരെ ബില്ലിൽ വെട്ടിക്കാമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ ഒരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കില്ലാന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? കള്ളത്തരം കാണിക്കില്ലെന്ന് തീരുമാനിച്ചു. ഞാൻ അനുഭവിച്ച പ്രഷർ നിങ്ങൾക്ക് അറിയത്തില്ല. അന്ന് ഇൻകം ടാക്സ് വെട്ടിക്കാന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന് വേണ്ടി നിന്നു. റിസൾട്ട് താഴോട്ടൊന്നും പോയില്ല. ഈ പകൽ ചിലരെ നോക്കിയൊരു ദൂത് പറയുക, നിങ്ങൾ ആരെങ്കിലും യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെറുത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് എഴുതി വെക്കും കേട്ടോ. നിങ്ങളെന്താ അനങ്ങാത്തെ? നിങ്ങൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ he will record it. അത് അവൻ എഴുതി വെക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് അടുത്ത വാചകം യേശു കർത്താവ് അവനോട് പറയുവാണ്, ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് അവനോട് പറഞ്ഞു. നിങ്ങൾ അടുത്ത വാചകം വായിക്കും. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാലിക്കാരൻ സുഖമാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞത്. യേശുവിനോട് അവൻ പറഞ്ഞു വരണ്ട. യേശുവിനോട് വരണ്ട എന്ന് പറഞ്ഞ ആ സംഭവത്തെ നോക്കിയിട്ട് യേശു പറഞ്ഞു, വലിയ വിശ്വാസം എന്നാ. നിങ്ങൾ ആരെങ്കിലും എന്നോട് വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞ, ബ്രദർ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ, അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഫിസിക്കൽ പ്രസൻസിനെയാണ് ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്നത്.
യേശു ഫിസിക്കലി എൻ്റെ വീട്ടിൽ വന്നാൽ, യേശു പറഞ്ഞൊരു വാക്കിന് അതുപോലെ വാല്യൂ ഉണ്ടോ? അത് നമുക്ക് പലപ്പോഴും തലയിലോട്ട് ബുദ്ധിയിലേക്ക് വരത്തില്ല. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, അവൻ പറയുന്ന ആരാണ്? യേശു അങ്ങ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് നീ വരുന്നത് പോലെ ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞതിനെ യേശു നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചെറുതല്ല, ഇത് വലിയതാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ആ മനുഷ്യന്റെ അകത്ത് ആഴത്തിൽ എവിടെയോ കയറിക്കൂടി വചനം, വേർഡ്, യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് യേശുവിനെ പോലെ തന്നെ ശക്തിയുണ്ട്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത് പറഞ്ഞേ, യേശുവിന്റെ വായിലെ വാക്കുകൾക്ക്. കുറച്ചും കൂടെ കയറി പറഞ്ഞ, നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലെ വാക്കുകൾക്ക് യേശുവിനെ പോലെ പോലെ, കുറച്ചും കൂടെ കയറി പറയാം, യേശുവിനെ പോലെ ശക്തിയുണ്ട്. അവിടെയാണ് വേദപുസ്തകം പറയുന്നത്, തുടങ്ങുന്നത് യേശുവിനെ പറഞ്ഞുകൊണ്ടല്ല, ഉൽപ്പത്തി തുടങ്ങുന്ന യേശുവിനെ പറഞ്ഞുകൊണ്ടല്ല, യോഹന്നാൻ തുടങ്ങുന്നതും യേശുവിനെ പറഞ്ഞുകൊണ്ടല്ല, പകരം വചനം ഉണ്ടായിരുന്നു, വാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്. ശൂന്യത മാറിയത് വാക്കുകളാലാണ്, പാഴും ശൂന്യമായത് നിവർന്നത് വാക്കുകളാലാണ് എന്ന് പറഞ്ഞാൽ, സകലത്തെയും ഉളവാക്കാൻ ദൈവം ഉപയോഗിച്ചത് ആളെയല്ലെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന് വ്യത്യാസമായി പോകും. അവനാലാണ് സകലം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ അവനെന്ന് പറയുന്നത് വചനമായിരുന്നു. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറയാവോ? കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു വാക്യം കൂടെ വരാം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇത് ഞാൻ തൊട്ടു, കുറച്ചും കൂടെ ഡീപ്പായി തൊട്ടിട്ട് ഉള്ളിലേക്ക് പോകാം. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവിനെ മരിക്കത്തക്ക രോഗം വന്നു. ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവിനോട് യെശയ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹ കാര്യങ്ങൾ നീ ക്രമീകരിച്ചോ, നീ മരിക്കാൻ പോവാണ്. ഹിസ്കിയാവും വളരെ സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുത്തു. അവൻ നേരെ ഭിത്തിയിലേക്ക് തിരിഞ്ഞിട്ട്, അല്ലെങ്കിൽ ദേവാലയം ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി നിന്നത് നീ ഓർക്കണമേ എന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ തലയിൽ നിന്ന് പോകരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് ഭയങ്കര വാല്യൂ എന്ന് പറ. ദൈവത്തിന് വേണ്ടി നിൽക്കുക മാത്രമല്ല, ദൈവവേല ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി നിൽക്കുന്നതും വലിയ കാര്യമാണ്. യൂബർട്ട് ഏഞ്ചൽ പറയുന്ന ഒരു വാചകം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, അദ്ദേഹം പറഞ്ഞ വാചകം എങ്ങനെയാ? എന്നെ എതിർക്കുന്ന ആളുകളോട് എന്നെ ഡിഫെൻഡ് ചെയ്യുന്നതും എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ആ വാചകം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദാറ്റ് ഈസ് റൈറ്റ്. നിങ്ങളുടെ പാസ്റ്ററിന് നേരെ ആക്ഷേപം പറയുമ്പോൾ അതിനുവേണ്ടി നിൽക്കാൻ കഴിയുന്നതും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഓൺലൈനിലാണ് പോകുന്നതെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദഹേർദ്ദ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹിസ്കിയാവിനോട് അങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് കർത്താവിന് വേണ്ടി നിന്ന കാര്യം ദൈവത്തോട് പ്രസന്റ് ചെയ്യുക. ആ സമയത്ത് അടുത്ത വാചകം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവോ? യെശയ്യാവ് നടുമുറ്റം പോകുന്നതിന് മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. An English version എന്ന് വായിക്കാം. And before Isaiah had gone out of the middle of the courtyard, the word of the Lord came to him. അവിടെ എഴുതിയിരിക്കുന്നത് അരുളപ്പാട് ഉണ്ടായെന്നല്ല എഴുതിയിരിക്കുന്നത്, അവൻ്റെ അടുക്കലേക്ക് വചനം വന്നു എന്നാണ്. ഈ അരുളപ്പാട് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ എന്തോ ഉള്ളത്? അശരീരി കേട്ടു, ഒരു തോന്നലുണ്ടായി. ബുദ്ധൻ എന്ന് പറയുന്ന ശ്രീ ബുദ്ധനെ അദ്ദേഹത്തിന് അരുളപ്പാടുണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബോധോദയം ഉണ്ടായി. അതിനൊക്കെ നമ്മൾ അരുളപ്പാടുകൾ എന്ന് പറയുന്നത്. അശരീരി അരുളപ്പാടെന്നാണ് പറയുന്നത്. ഒരു ബോധ്യം ഉണ്ടാകുക, അരുളപ്പാടുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ ഡീപ്പറാണ്. എന്ന് പറഞ്ഞ വേർഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വചനം ഉണ്ടായി. ആ വചനം ഒരാളുടെ ഉള്ളിലുണ്ടായാൽ അദ്ദേഹത്തിന് വിഷൻ ഉണ്ടാകാം, അതിന് പലതും ഉണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിക്കാമോ? അവൻ്റെ അകത്തേക്ക് ആ വചനം വന്നപ്പോൾ അവൻ ചെയ്തത്, അതിനകത്ത് എക്സ്ട്രാ ഒന്നും ഇട്ടില്ല. യെശയ്യാവ് ചെന്നിട്ട് ആ വചനം എന്താണോ ദൈവത്തിൽ നിന്ന് അവൻ കേട്ടത്, അവൻ അങ്ങനെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ.
അവൻ കൈവച്ച് ഭൂതത്തെ പുറത്താക്കിയില്ല, ആ കൈവച്ച് രോഗത്തെ സൗഖ്യമാക്കിയില്ല, ആ രോഗാത്മാവിനെ ശാസിച്ചില്ല. 15 വർഷം അവൻ ആയുസ്സിനെ നീട്ടിക്കൊടുക്കാൻ പ്രാർത്ഥിച്ചില്ല. പകരം ദൈവം എന്തു പറഞ്ഞോ അത് പറയുന്ന നിമിഷത്തിൽ ഇതെല്ലാം അവനെ ഉളവാകാനായി തുടങ്ങി. ഞാൻ ചിലരോടൊരു ദൂത് പറയട്ടെ. ആരെങ്കിലും ഈ പകൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ റിസീവ് ചെയ്യുന്നുവെങ്കിൽ അതിനെ പിന്നെ ഒരു ശുശ്രൂഷകന്റെ കൈവെപ്പിന്റെ ആവശ്യമില്ല. അവിടെ ചിലത് ഉളവാകാനായി തുടങ്ങും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജോൺ ഡാരുവിന്റെ കൈവെപ്പല്ല നിനക്ക് വേണ്ടത്, ദൈവത്തിൽ നിന്നുള്ള വചനമാണ് വേണ്ടത്. നിന്റെ അകത്ത് വേർഡ് കയറിയാൽ അത് എന്താണോ ആ വേർഡിനകത്തുള്ളത് അത് ഉളവാക്കാനായി തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ യെശയ്യാവിന് കിട്ടിയത് വചനമായിരുന്നു. ആ വചനം അവൻ വിളിച്ചു പറഞ്ഞപ്പോ ആ പറഞ്ഞത് അവിടെ ഉളവാകാനായി തുടങ്ങി. ചിലരോട് പറയുക, നിങ്ങളുടെ അകത്ത് ദൈവം എന്തെങ്കിലും തന്നാൽ അത് പറഞ്ഞാൽ അത് ചിലത് ഉളവാക്കുന്നതാണ്. ചിലത് ഉളവാക്കേണ്ടതിന് വിശ്വാസം പറയാം, നല്ലതാണ്. പക്ഷെ ദൈവം പറഞ്ഞതാണ് നീ പറയുന്നതെങ്കിൽ അതിന് എനിക്ക് പറയാനുള്ളത് അത് 2 ദിവസം കഴിഞ്ഞല്ല, അത് അപ്പോൾ ഉണ്ടാകാനായി തുടങ്ങും. കമോൺ 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 കമോൺ. ചേർന്ന് കൈയടിച്ചു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ചിലത് ഉളവാക്കാനുള്ള ദൈവവചനം നിന്റെ കൈകളിൽ ദൈവം തരുവാൻ റെഡിയാണ്. കൈകളടിച്ചു ഹല്ലേലൂയ പറ. ഞാൻ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോട്ടെ, ഇന്നത്തെ ചിന്തയിലേക്ക് പോട്ടെ. പക്ഷേ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ദൈവവചനം ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോ പറ, നമ്മൾ ഈ ദൈവവചനം നമ്മൾ ഈ വചനം ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത്, അടുത്തിരിക്കുന്നവരോട് പറ, നമ്മൾ പറയാറുള്ളത് എനിക്കൊരു ചിന്ത ഉണ്ടായി കേട്ടോ, എനിക്കൊരു തോട്ട് കിട്ടി. എന്നാ ജോസഫ് സാറേ? ഒരു ബ്രദറെ, ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നാ കിട്ടി? ഒരു തോട്ട്സ് കിട്ടി ബ്രദറെ. ഞാൻ അതിനെ തോട്ട്സ് എന്നാ വിളിക്കുന്നത്, ഒരു ചിന്ത കിട്ടിയെന്നാ വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാവോ, അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഈ പുസ്തകത്തിലെ ഒരു വാക്ക് ലഭിച്ചപ്പോ അവരതിനെ തോട്ട്സ് കിട്ടിയെന്ന് പറഞ്ഞില്ല, അവർ പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ വചനം കിട്ടി എന്ന് പറഞ്ഞു. അവരെ ആ വാക്കുമായിട്ട് എവിടെയാണോ അവരെ പറയാൻ ഏൽപ്പിച്ചത് അവിടെ നിന്ന് അത് പറഞ്ഞപ്പോ അത് ഉണ്ടായി വരുന്നത് അവർ കണ്ടു. എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ലഭിച്ചത് ഇടിക്കുവാനും പണിയുവാനുമുള്ള അസാധാരണ ബലമുള്ള വചനത്തെയാണ്. നീ അതിനെ വെറും തോട്ടായി കോട്ടിക്കളഞ്ഞത്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറയാം. ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവുക കേട്ടോ. എന്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഞാനും നിങ്ങളും വചനം വായിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. വചനം ധ്യാനിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. വചനം ധ്യാനിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ദൈവമായുള്ള ഫെലോഷിപ്പ് ഉണ്ടാകും, ദാറ്റ്സ് ഗ്രേറ്റ്, ഏറ്റവും വലുത് അതാണ്. വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തെ മനസ്സിലാകും, നല്ലതാണ്. വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു അവൻ്റെ നേച്ചറിനെ പിടികിട്ടും, നല്ലതാണ്. വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മകൾ മാറും, നല്ലതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം വായിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു വചനം ധ്യാനിക്കുമ്പോൾ ഇതൊന്നും അല്ലടാ ഉണ്ടാകുക എന്ന്. എന്നെ അത് ഷോക്കിംഗ് വേർഡായിരുന്നു എനിക്കത്. ഞാൻ ചോദിച്ചു പിന്നെ എന്നതാ ഉണ്ടാകുന്നേ? നമ്മൾ തിരിഞ്ഞു തന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ. ഞാൻ വചനം ധ്യാനിക്കുവോ? ശ്രദ്ധിച്ചു കേൾക്കണേ. അത് എന്നെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകും. അതിന് നമുക്ക് വേറെ ഭാഷയിലെ ദൈവിക ഫെലോഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നു പറയാം. പക്ഷേ കുറച്ചും കൂടി ഡീപ്പറായി പോവുക. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ചൂടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ അതൊക്കെ തീർന്നോളും. അസാധാരണമായി ചിലത് സംഭവിക്കാൻ പോവായിരുന്നു.
അപ്പം ഞാൻ വേർഡ് ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ അത് ദൈവത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എത്തിക്കുക എന്നതാണ് ഈ പുസ്തകത്തിലെ വാക്കുകളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രേ അത് പറഞ്ഞു തരാൻ എനിക്ക് ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ പ്രസംഗം തീരത്തില്ല. ഒന്ന് പറഞ്ഞ്, ദൈവത്തിലേക്ക് എന്നെ എത്തിക്കുക എന്നതാണ് ഈ പുസ്തകത്തിലെ വാക്കുകളുടെ പറ. ഇനി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് എഴുന്നേറ്റ് തന്നെ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞേ, ഇത് ഭയങ്കര കാര്യമോ പറയാൻ പോകുന്നതെന്ന് പറ. എന്നാ ഭയങ്കര കാര്യമോ പറയാൻ പോകുന്നത്. എത്ര പേർ റെഡിയാ അത് കേൾക്കാൻ? അപ്പോ വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ഈ വചനം വായിക്കാതെ ധ്യാനിക്കാതെ ഒരാൾക്ക് ഇത് പിടികിട്ടുന്നതില്ല. അവരുടെ കാര്യം ഞാൻ കുറച്ച് നേരത്തേക്ക് മറന്നേക്കുവാ. പക്ഷെ വചനം ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുടെ കാര്യം അവയെ പറയുന്നേ, അത് അയാളെ ദൈവത്തിലേക്ക് കൊണ്ടു ചെല്ലും. ആ ചെല്ലുന്ന ആൾക്ക് ശ്രദ്ധിക്കേ, ചില ചിന്തകൾ ലഭിക്കാനായി തുടങ്ങും. അതിനെ നമ്മൾ തോട്ട്സ് എന്ന് വിളിച്ച് ചെറുതാക്കി കളഞ്ഞെങ്കിൽ സ്വർഗം പറഞ്ഞു, അത് എൻ്റെ ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ വീടിനെ തലതിരിച്ചു വയ്ക്കാനുള്ളത് നീ പുസ്തകം ധ്യാനിക്കുമ്പോ ദൈവം നിന്റെ അകത്ത് തരുന്നുണ്ടോ? കുറച്ചും കൂടെ പറഞ്ഞ ശ്രദ്ധിച്ചോണം, കേട്ടോണം, ശ്രദ്ധിച്ചോണം. ഞാനും അവനുമായി ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന തോട്ട്സുകളെ ഞാൻ വിളിക്കും പ്രവചന ശബ്ദം എന്ന് വിളിക്കും. The voice of the Lord. എന്റെ കൂടെ എന്ന് പറഞ്ഞേ, the voice of the Lord. The word of the Lord. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. അതിനെ ചിലതിനെ ഉണ്ടാക്കാനായി കഴിയും, അതിനെ ചിലത് ഉളവാക്കാനായി കഴിയും. കൂടെ എത്തിയോ? ഒരു നല്ല ആമീൻ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് കുറെ കൺഫ്യൂഷൻസും സംശയങ്ങളും ചിന്താഗതികളൊക്കെ ഉണ്ടാകാം. അതിനെ ക്ലാരിഫൈ ചെയ്യേണ്ടതും എൻ്റെ ആവശ്യമാണ്. ഇരുന്നാട്ടെ, ഒരു നല്ല ഹാലലിയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞു വെച്ചറിയോ, നമ്മുടെ ചിന്തകൾ എന്നെ പറഞ്ഞു ദ വോയിസ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു. നമുക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം ഞാൻ പറയാം. പക്ഷെ ആദ്യം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരാം. നോക്കാം, എബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരാം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ജനത്തോട് ചെരുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും. അടുത്ത വാചകം നിങ്ങൾക്ക് ശരിയോ? ഹൃദയങ്ങളിൽ എഴുതും. എല്ലാവരും പറഞ്ഞേ, അനമുളുങ്ങുവോ? ഹൃദയങ്ങളിൽ എഴുതും. ഉറക്കെ പറ, എന്ന് പറഞ്ഞ ഇത് പുതിയ നിയമ വിശ്വാസിയാണ്. ഈ വിശ്വാസി യേശുവിലേക്ക് വന്ന ദൈവത്തിന് പറയാം, പഴയ നിയമത്തിലെ സകല നിയമങ്ങളും, പഴയ നിയമത്തിലെ സകല കൽപ്പനകളും ദൈവം ഇവരുടെ ഹൃദയത്തിൽ എഴുതും. അടുത്തിരിക്കുന്ന ആളെ നെഞ്ചെ തൊട്ടിട്ട് പറ, ഹൃദയത്തിൽ എഴുതും. ഈ ഹൃദയത്തിൽ എഴുതാന്ന് പറഞ്ഞാൽ എന്നതാ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, ഹൃദയത്തിൽ എഴുതാന്ന് പറഞ്ഞാൽ എന്നതാ? വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ഞാൻ അതിനെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചേ. I will imprint my laws upon their minds. എൻ്റെ നിയമങ്ങൾ ഞാൻ അവരുടെ മനസ്സിനകത്ത് എഴുതുവെന്ന. ഇൻപ്രിന്റ് ചെയ്യുന്നു, ഈ പ്രിന്റ് ചെയ്ത് വെക്കുവെന്ന. എങ്ങനെ? ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞ പുതിയ നിയമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്നിൽ നടക്കുന്ന കാര്യമായി പറഞ്ഞേ ചെറുതല്ല. നേരെ ദൈവത്തിന്റെ നിയമങ്ങളെല്ലാം എൻ്റെ മനസ്സിനകത്ത് എഴുതുവെന്ന. കുറച്ചും കൂടെ ഡീപ്പായി പോവുക. കൂടെ എത്തിയോ? ഒരു നല്ല ഹാമീൻ. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ, upon their mind, even upon their innermost thoughts and understanding, and engrave them upon their heart. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, പഴയ നിയമത്തിലെ അല്ലെങ്കിൽ നിയമങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന 2 വാചകങ്ങളിൽ അത് വ്യക്തമാണ്. ഒന്നാമത്തത്, അവരുടെ തോട്ട്സിൽ ആണ് ഞാനത് എഴുതുന്നത്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാനത് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ തോട്ട്സിലും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ തോട്ട്സ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്
ബൈബിൾ ഞാൻ ഒരിക്കൽ ചിന്തിച്ച, ആദിവാസികൾ ബൈബിൾ അറിയത്തില്ല, അവർ വിശുദ്ധി ജീവിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ബൈബിൾ അറിയണ്ടെന്നോ ബൈബിൾ പഠിക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നേ. അവരുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോ ദൈവിക സ്റ്റാൻഡേർഡ് അവരുടെ അകത്തേക്ക് വരുവോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല നിയമങ്ങളും അവരുടെ മനസ്സിനകത്ത് ഇൻപ്രിന്റഡ് ആകുകയാണ്. അവരുടെ തോട്ട്സ് ദൈവത്തിന്റെ നിയമങ്ങൾ ചിന്തയിലേക്ക്, അവരുടെ ചിന്തകൾ ദൈവത്തിന്റെ നിയമങ്ങളാകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നീ ബൈബിളുമായിരിക്കുമ്പോൾ, അല്ല നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്തേക്ക് വരുന്ന ദൈവിക ചിന്തകൾ ഒരുപക്ഷെ നിനക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലത്തു നിന്നായിരിക്കാം വരുന്നത്. വാക്യം എവിടെയാണെന്ന് അറിയത്തില്ലായിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് ഫ്രം ദ ലോർഡ്. നിങ്ങൾ അതിന് കൈ അടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല. അവിടെയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഇഷ്യൂ നിൽക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, അവിടെയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും ഇഷ്യൂ നിൽക്കുന്നത്. യേശുവിലേക്ക് വന്നപ്പോൾ സ്വർഗം നമ്മുടെ മനസ്സിനകത്താണ് അവന്റെ ചിന്തകളെ തരുന്നത്. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ ചിന്തയുടെ ആലയമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നാമോ ദൈവത്തിന്റെ മനസ്സുള്ളവരെന്ന് വചനം പറയുന്നത്. ഞാൻ ആരാണ്? ദൈവത്തിന്റെ മനസ്സുള്ളവർ. നമ്മുടെ അകത്ത് ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ, എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പിശാചിനെ നിങ്ങളുടെ അകത്തേക്ക് ദൈവിക തോട്ട്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ വരുന്നത് നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്തകളിലൂടെയാണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് പിശാചിനറിയാം. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ കുറച്ച് സെക്സി ആയിട്ട് നിന്റെ മുമ്പിൽ നിർത്തുന്നത്, ഒരു ആൺകുട്ടിയെ സെക്സി ആയിട്ട് നിന്റെ മുമ്പിൽ നിർത്തുന്നത്. നിന്റെ അകത്ത് ചിന്ത ഉണ്ടാകണം, നിന്റെ ചിന്തകൾ കറപ്റ്റഡ് ആകണം. നിങ്ങളൊന്നും മിണ്ടാത്ത എന്താ? വാസ്തവത്തിൽ ബൈബിൾ വായിക്കാനാണ് അല്ലെങ്കിൽ ബൈബിളിൽ ഒരു മെസ്സേജ് കേൾക്കാനാണ് യൂട്യൂബ് തുറന്നത്. അപ്പോഴാണ് കമലഹാസൻ ആഴത്തിൽ ഒരാളെ ഉമ്മ വയ്ക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോ ബൈബിൾ വായിക്കാനും അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കുവാനാണ് തുറന്നത്. പക്ഷേ അതിങ്ങനെ എന്തോ ഒരു അറിയാതെ പോയി അത് തൊട്ടു. പിന്നെ ആ ഉമ്മ വയ്ക്കൽ കുറച്ചു നേരം കണ്ടു. പിന്നെ ഞാനും ആ ഉമ്മുവപ്പുമായിട്ട് കുറച്ചു നേരം ഇരുന്നു. പിന്നെ ആരൊക്കെയോ ചിന്തയിലേക്ക് വന്നു. ആ ആള് എന്നെ ഉമ്മ വെച്ചിട്ട് പോയി. നിങ്ങൾ 75 വയസ്സുള്ള ആളാണെങ്കിൽ ഇത് കലയിൽ കയറത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ 35 ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളൊന്ന് ആമീനൊക്കെ പോയതെന്താ? നിങ്ങളുടെ ചിന്തകളെ കറപ്റ്റ് ചെയ്യുക എന്നതാണ് പിശാചിന്റെ പരിപാടി. എങ്കിൽ മാത്രമേ അവന്റെ ലോസ് നിനക്ക് മനസ്സിലാകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാ ഈ ജോസഫിനോട് പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞ്, നീ വ്യഭിചരിക്കണ്ട, പക്ഷെ എന്റെ അടുക്കൊന്ന് ഇരിക്കേ. ഇരുന്നോണ്ട് വല്ലതും സംഭവിക്കോ? അഭിജിത്തെ ഒരു കസാരയായിട്ട് പോടാ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കെ. ഇങ്ങനെ വന്ന് ചാരുന്നവരെ സൂക്ഷിച്ചോണം. ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആരും ഇതിനകത്ത് ഇരിപ്പില്ല. എന്താ കൈയടിക്കാത്ത? ഇങ്ങനെ തോളെ കൈയിടുന്നവരെ സൂക്ഷിച്ചോണം. എൻ്റെ ഓരോ ആക്ഷനും വാല്യൂ ഉണ്ട്. അതിനോട് പറയണം തൊടാതെ നിൽക്കാൻ പറയണം. അടുത്തിരിക്കുന്ന ഒരാളെ തൊട്ടിട്ട് പറ, നീ കമ്പി അല്ല, ഇരുമ്പല്ല, അലുമിനിയം അല്ല, ചെമ്പല്ല, സാധാരണ മാംസമാണ്. പറ. നിനക്ക് അങ്ങനെ തൊട്ടാൽ, അവിടെ ഇവിടെയും വേണ്ടാത്ത സ്ഥലങ്ങൾ നിന്നെ തൊട്ടാൽ നിനക്ക് വികാരം ഉണ്ടാവും. പറ. അല്ല കുഴപ്പമുണ്ടോ പറയുന്നതിനെ? പറഞ്ഞു, ആ ആൾക്ക് വികാരമുള്ള ആള് തന്നെ. ഞാനെന്തിനാ ഇങ്ങനെ പറഞ്ഞേ? നോക്ക, നിന്റെ തോട്ട്സിനെ കറപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അടുത്ത ഇരിപ്പും. ഒരാൾ അടുത്ത് വന്നിരിക്കുമ്പോൾ അയാൾ തൊട്ടിട്ടില്ല, അയാൾ എന്നോട് മിണ്ടിയിട്ടില്ല, അതിനേക്കാൾ മുമ്പ് അടുത്തുള്ള ആളിനെ നമ്മൾ പാപത്തിൽ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് പിശാചിന്റെ തന്ത്രം. നിങ്ങൾ കൈയൊന്നും അടിക്കണ്ട. ഞാൻ നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടാ വന്നേ. ഇപ്പോഴും ഞാൻ സാധാരണ മനുഷ്യനാ.
സോ ഐ നോ വാട്ട്സ് യുവർ ഹാർട്ട്. ഇത് പച്ചയായിട്ട് പറയുന്നതിന്റെ കാരണം എൻ്റെ മനസ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ഇന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ അഴുക്ക് വരാനുള്ള സ്ഥലമല്ല, ദൈവത്തിൻ്റെ വേർഡ് വരാനുള്ള സ്ഥലമാണ് എൻ്റെ ഹൃദയം എന്ന് എനിക്കറിയാം. എന്താ കൈയടിക്കാത്ത, ആമേൻ പറയാത്തെ? അടുത്തിരിക്കുന്നവരോട് ബർത്ത്ഡേ പാർട്ടികൾ, ടൂറുകൾ, പാലുകാച്ചലുകൾ, കല്യാണങ്ങൾ പറ. ബർത്ത്ഡേ ഒന്ന് എഴുന്നേറ്റ് വന്നേ. ടൂറുകൾ, പാലുകാച്ചുകൾ, കല്യാണങ്ങൾ. വല്ല കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ട്? അന്ന് നമുക്ക് കുറച്ചും കൂടെ സ്മാർട്ടായി ഡ്രസ്സ് ധരിക്കാൻ ഇഷ്ടമാണ്. അന്ന് സ്മാർട്ടായി ഇടപെടുന്നതും നമുക്ക് ഇഷ്ടമാണ്. ആ സ്മാർട്ട്നെസ് അന്ന് രാത്രി നമ്മുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം കളയാനും ഇടയാകും. കൈയടിക്കാൻ ആരും ഇല്ല കണ്ടോ? കാരണം ഈ കൈയടിക്കാത്തതിൻ്റെ കാരണം ഞാനിത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ ബ്രദറെ എന്നാണ് നിങ്ങളുടെ നോട്ടം എന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ഉണ്ട് ബ്രദറെ. പൊയ്ക്കോ ബ്രദറെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്മാർട്ട് എന്ന് പറയുന്നത് ശരീരം ഉരസുന്നതല്ല. സ്മാർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഉരസുന്നതിനോട് നോ എന്ന് പറയുന്നതിനെ സ്മാർട്ട് എന്ന് പറയുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. അതിന്റെ പേര് ദൈവകൃപ എന്നാണ്. ചിലര് പറയും അങ്ങനെയൊക്കെ ഉണ്ടായാലും ഞാൻ കൃപയെ നിൽക്കും. ഞാൻ പറയാറുണ്ട്, ദുബായിലെ 6 ലൈനുള്ള റോഡുണ്ട്. ഞങ്ങൾ അതിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന എമിറേറ്റ്സ് റോഡ് എന്നാണ്. അതിനെ നടുക്ക് കയറി നിന്നിട്ട് ഞാൻ വണ്ടി ഇടിച്ച് ചാവത്തില്ലെന്ന് പറഞ്ഞ മോനെ, നടുക്ക് നിന്നതേ നിനക്ക് ഓർമ്മ കാണത്തുള്ളൂ, നീ ചത്തുപോകും. അവിടെ നിന്ന് കൃപ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. റോട്ടിൽ നിന്ന് ആദ്യം മാറി നിൽക്കുക, എങ്കിൽ കൃപ പറഞ്ഞാൽ നടക്കും. NH47 അല്ല, 100 മൈൽ വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്നിട്ട് എന്നെ ട്രെയിൻ ഒന്നും ചെയ്യത്തില്ല, ഞാൻ കൃപയിലാന്ന് പറഞ്ഞ മോനെ 4 കഷ്ണവും പറ. കൃപ നമുക്ക് തരുന്നത് വിവേകമാണ്. എവിടെ നിൽക്കണമെന്നും എവിടെ നിൽക്കരുതെന്നും അത് നമുക്ക് വിവേകം തരുന്നതാണ്. വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിലെ മൂക്കുത്തി പോലെയാ. അത് ചെളിക്കകത്തെ ഇരിക്കത്തുള്ളൂ, എത്ര സുന്ദരിയായിരുന്നാലും. കയ്യടി വരുന്നില്ല. I am preaching from the word. ഒരു വാചകം പറയട്ടെ. ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം പ്രസംഗിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യം ഇത് എവിടെ കയറി വന്ന് തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഈ ശലോമോന് 2ാമത്തെ പ്രാവശ്യം ദൈവം വെളിപ്പെട്ടതിന് ശേഷം ദൈവം പിന്നീട് ശലോമോനെ വെളിപ്പെട്ടതായി കാണുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബൈബിളിലെ? ഇല്ല. പക്ഷെ അതിനുശേഷം ശലോമോനിൽ കാണുന്ന ഒരു പ്രത്യേകത, അവൻ സോഷ്യലായി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, സോഷ്യലായപ്പോ എല്ലാ സോഷ്യൽ പാർട്ടികളിലും അവൻ പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം എന്നെ ഫേമസ് ആക്കും എന്ന ചിന്ത അവനെ ഭരിക്കാൻ തുടങ്ങി. അടുത്തിരിക്കുന്നവരോട് പറ, അവനുമായിട്ടുള്ള ചങ്ങാത്തം എന്നെ ഉയർത്തും, എനിക്ക് ഫേമസ് ആക്കും, എൻ്റെ ഫിഗറിനെ നാട്ടിൽ അറിയുമെന്ന ചിന്തയുണ്ടാക്കി. നിങ്ങളുടെ ഹല്ലേലൂയ സ്വതന്ത്രമൊക്കെ പോയോ? നിങ്ങൾ എന്നും സെൽഫി എടുത്ത് നിങ്ങളുടെ യൂട്യൂബിൽ ഇടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ പറയാം, നിങ്ങൾക്ക് എവിടെയോ സ്റ്റാർ ആകാൻ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഒരർത്ഥം അതാണ്. പക്ഷേ സ്റ്റാർ ആക്കാൻ കഴിയുന്നത് എൻ്റെ ദൈവത്തിനാണ് നിങ്ങൾ മറന്നുപോയി. അവന്റെ കൂടെ നിന്നവരാരും ഇതുവരെ സ്റ്റാർ ആകാതിരുന്നിട്ടില്ല. അവരെ എല്ലാവരെയും അവൻ സ്റ്റാർ ആക്കിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറ. ശബ്ദം ഉയർത്ത, യേശുവേ എന്ന് വിളിക്കേ. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിന് വാല്യൂ ഉള്ളതാണ്. പറ, ദൈവത്തിലെ നിങ്ങളുടെ ചിന്തകൾ വാല്യുബിൾ ആണ്. ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിന് വാല്യുബിൾ ആണ്. അതുകൊണ്ട് പിശാച് അവന്റെ സീഡ് കൊണ്ട് ഇടുന്ന സ്ഥലവും നിന്റെ ഹൃദയത്തിലെ ചിന്തയാ. എങ്കിൽ മാത്രമേ നീ ദൈവശബ്ദത്തെ തിരിച്ചറിയാതിരിക്കുകയുള്ളൂ എന്ന് അവനെ അറിയാം. കേട്ടില്ല? നിങ്ങളുടെ അകത്ത് ഷോർട്സ് കണ്ടാൽ
നിങ്ങളുടെ യൂട്യൂബിൽ പൊങ്ങി വരുന്ന പോപ്പപ്പ് കണ്ടാൽ അതിൻ്റെ പുറകിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ പിശാചിനറിയാം ദൈവശബ്ദം ഇവൻ കേൾക്കത്തില്ല. കാരണം എൻ്റെ സീഡാണ്, എൻ്റെ വിത്താണ് അവൻ്റെ മനസ്സിനകത്ത് കിടക്കുന്നത് എന്ന് അവനറിയാം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, പറിച്ചു കളയണം ചിലത്. അടുത്തിരിക്കുന്നവരോട് പറ, കാട് തെളിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വാട്സപ്പ് അയച്ചിരിക്കാൻ സോളിക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ ബോധം പോയി, അവളെയും ബോധം പോയി. എല്ലാ സങ്കടം കൂടെ എന്നോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു കാട് തെളിക്ക് എന്ന് പറഞ്ഞു. അത്രേ ലോക്കത്തുള്ളൂ. ഈ കാട്ടിലുള്ള കാര്യം ഞാൻ കേട്ടിട്ട് കാര്യമുണ്ടോ? അത് ഞാൻ പറിക്കാൻ ഒക്കത്തില്ല, ലോകത്തിൽ ആർക്കിട്ട് പറിക്കാൻ ഒക്കത്തില്ല, സ്വയമേ പറിക്കാൻ ഒക്കത്തുള്ളൂ. അടുത്തിരിക്കുന്നവരോട് പറ, കാട് പറിക്ക്. എത്ര പേർ റെഡിയാ? ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ യൂട്യൂബിന് മുമ്പിൽ ഇരുന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാണാം ഏത് കാടാ കയറി വരുന്നതെന്ന്. സീരിയസ്ലി. കാരണം നിന്റെ ഹൃദയത്തെ ഒരുവൻ വളരെ വലുതായി വാല്യുബിളായി കാണുന്നത് പിശാചിന് നന്നായിട്ട് അറിയാം. യു ആർ എ ചോസൻ വെസൽ. ആദ്യം പിശാചിന് അറിയാം നീ എവിടെ എത്താൻ പോകുന്നു എന്നും അവന് നന്നായിട്ട് അറിയാം. അതിൽ കമോൺ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. യൗവനക്കാരെ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ നല്ലതാണ്. പക്ഷേ നിങ്ങളെ ദൈവശബ്ദത്തിനേക്കാൾ വലുതല്ല മറ്റൊന്നും. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഞാൻ ഒത്തിരി കാട് കയറിപ്പോയി, പക്ഷെ എന്തുകൊണ്ടാണ് കാട് കയറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ്സ് യൂസ്ഫുൾ ടു യു. ആമേൻ. ചിലത് ഞാൻ പച്ചയായി ഇങ്ങനെ വെട്ടി പറയുന്നത് കൊണ്ട് നിങ്ങളുടെ അകത്ത് ഈ വാക്കുകൾ കിടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരും എനിക്കൊരു കൈയടി ഒന്നുമില്ലല്ലോ. സോളി ഒന്നും കൂടെ വരാമോ? നിങ്ങളുടെ മനസ്സിനകത്താണ് ദൈവം അവൻ്റെ നിയമങ്ങളെ പറഞ്ഞു തരുന്നത്. അത് നിങ്ങളിൽ അകത്തേക്ക് വരുന്ന ചിന്തകളാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെയും നിങ്ങളുടെയും അകത്ത് ചില ക്രിസ്ത്യൻ ഫൗണ്ടേഷനുകളുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ആ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ചില ചിന്തകൾ വരാം. പക്ഷേ ആ ഫൗണ്ടേഷൻ അപ്പുറമായിട്ട് ഉന്നതമായ ചില സംശയങ്ങൾ നമ്മുടെ അകത്തേക്ക് വരും. നമ്മൾ അതിനെ കാര്യമായി കാണാറില്ല. പക്ഷേ ആ സംശയങ്ങളെ ദൈവവചന അടിസ്ഥാനത്തിൽ വീണ്ടും ആരെങ്കിലും പരിശോധിക്കുന്നുവെങ്കിൽ ആ വരുന്ന സംശയം the word of the Lord ആണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ സംശയ രൂപേണ വരുന്ന പലതിനെയും തള്ളിക്കളയുമ്പോൾ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്താ ആ സംശയത്തിന്റെ പുറകെ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരോ ഒരാള് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ലോകത്തിലെ മറ്റാരുമല്ല, സർവശക്തനായവനാണ്. പക്ഷെ നിനക്ക് തോന്നിയത് മനസ്സിലാകുന്നില്ലല്ലോ. ഇതെന്താ എനിക്ക് പിടികിട്ടാത്തത്? ഇതെന്താ ശരിക്കും എന്താ എഴുതിയിരിക്കുന്നത് എന്നാ തോന്നിയത്? പക്ഷെ സ്വർഗത്തിന് പറയാനുള്ളത് ഐ എം ട്രൈങ് ടു ഇന്ററാക്ട് ഹർ. ഞാൻ എന്തോ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാ. Now she is coming to me. അവൾ എൻ്റെ അടുക്കലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ദൈവം നിന്നെ നോക്കിയിരിക്കുകയാണ്. Sorry to say one thing, if you are not be with the word, ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. പക്ഷേ ആരെങ്കിലും ഇന്നതിന് പകരം ഞാൻ ഇന്നു മുതലെങ്കിലും ബൈബിൾ വായിക്കുന്നത് തീരുമാനിച്ചാൽ സംതിങ് സ്പെഷ്യൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോട്ടെ, എന്നിട്ട് എന്തെങ്കിലും നിങ്ങളെ വിടത്തുള്ളൂ. എന്തെല്ലാം പറഞ്ഞാലും വിടത്തില്ല. ഒരു നല്ല ആമീൻ പറഞ്ഞേ. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരണം. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 3-ാം അതിന്റെ 1-ാമത്തെ വാക്യം. ഒന്ന് ശ്രദ്ധിക്കാവോ. ഭയങ്കര കാര്യമാണ് പറയാൻ പോകുന്നത്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? സ്ക്രോൾസ് ഇല്ലായിരുന്നോ? ചോദിച്ചേ. ബൈബിൾ ഇല്ലായിരുന്നു, വചനം ഇല്ലായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുക. വചനം ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രിന്റ് ചെയ്യാൻ ആൾക്കാരില്ലായിരുന്നോ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, ബൈബിൾ പ്രിന്റ് ചെയ്യാൻ ആൾക്കാരില്ലായിരുന്നോ? അതോ ആവശ്യത്തിന് സ്ക്രോൾസ് ഇല്ലായിരുന്നോ? വാട്ട് ഡസ് ഇറ്റ് മീൻ? എല്ലാ ആഴ്ചയിലും അന്നും
പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ അന്നത്തെ ദേവാലയത്തിനകത്ത് അവരെല്ലാ ദിവസവും ഒരു സ്ക്രോളിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ വചനമില്ലായിരുന്നു എന്ന് പറയുന്നേ? എഴുതപ്പെട്ട വചനത്തിനായിരുന്നില്ല കുറവ്. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ എഴുതപ്പെട്ട വചനത്തിനായിരുന്നില്ല കുറവ്. എഴുതപ്പെട്ട വചനം അവരുടെ പള്ളികളിൽ ഉണ്ടായിരുന്നു, പക്ഷേ ലഭിക്കപ്പെട്ട വചനം അന്ന് അവിടെ ആർക്കും ഇല്ലായിരുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, എഴുതപ്പെട്ട വചനം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ ശബ്ദമാകുന്ന ദൈവവചനം ആളുകൾ കേൾക്കുന്നില്ലായിരുന്നു. കാരണം എഴുതപ്പെട്ട വചനം ദൈവത്തിലേക്ക് കൊണ്ടുവരികയും ദൈവം പിന്നീട് അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാത്മാനുഭവം അന്ന് ആർക്കും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേട്ടു പറയുന്നവർ ഇല്ലായിരുന്നു. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ദൈവത്തിൽ നിന്ന് കേട്ടു പറയുന്നവർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ എഴുതുന്നതിന് പകരം അവിടെ എഴുതിയിരിക്കുക വചനമില്ലായിരുന്നു എന്ന്. അപ്പൊ ദൈവത്തിൽ നിന്ന് കേട്ടു പറയുന്നവരില്ല എങ്കിൽ സ്വർഗം അതിനെ കാണുന്നത് വചനത്തിന് ദൗർലഭ്യമുണ്ട് എന്നാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് കേട്ടു പറയുന്നവരാണെങ്കിൽ നിങ്ങൾ വചനം കൈകാര്യം ചെയ്യുന്നവരാണ്. ആദ്യമായി ശമൂവേലിനെ നോക്കിയിട്ട് ദൈവം പറയുക, എനിക്ക് എൻ്റെ വചനം ഞാൻ ശമൂവേലിന് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനമല്ല, പറയുന്ന വചനം, ദൈവത്തിന്റെ ശബ്ദമാകുന്ന വചനം. അതാണ് ശമൂവേലിനെ ദൈവം ആദ്യം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ആ ശബ്ദം കേൾക്കുമ്പോൾ അവരോരോരുത്തരും പ്രവചന ശബ്ദമായി രാജ്യത്ത് മാറാനായി തുടങ്ങുന്നു. സഭയെ നോക്കിയൊരു ദൂത് പറയട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു. സഭയെ നോക്കിയൊരു ദൂത് പറയട്ടെ, പ്രവാചകിമാർ എഴുന്നേൽക്കുന്നു. സഭയെ നോക്കിയൊരു ദൂത് പറയട്ടെ, come on. അസാധാരണ കാര്യം, അസാധാരണ കാര്യം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാവോ? അടുത്ത വാചകം പറയുക, അവിടെ വിഷൻ ഇല്ലായിരുന്നു, ദർശനമില്ലായിരുന്നു. എന്ന് പറഞ്ഞ വചനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദമാകുന്ന വചനം അല്ലെങ്കിൽ റേമയാകുന്ന വചനം ഇല്ലാത്തടുത്ത് ദർശനം ഉണ്ടാകത്തില്ല. എന്നാ പറയുന്നേ? ദൈവത്തിന്റെ ശബ്ദമാകുന്ന അല്ലെങ്കിൽ റേമയാകുന്ന എഴുതപ്പെട്ട വചനമല്ലാതെ ദൈവത്തിന്റെ ശബ്ദമാകുന്ന വാക്കുകൾ ഇല്ലാത്തടുത്ത് എന്തോ ഉണ്ടാകത്തില്ല. എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. അതാ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതപ്പെട്ട വചനമല്ലാതെ ദൈവത്തിന്റെ ശബ്ദമാകുന്ന വചനം എവിടെങ്കിലും പറഞ്ഞാൽ അവിടെ ആളുകളിൽ ദർശനം ഉണ്ടാകും. ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തീർന്നു എന്നാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തീരത്തില്ല. ഈ വേർഡ് അകത്തേക്ക് വന്ന് ആദ്യം വരുന്ന ദർശനമാണെങ്കിൽ പിന്നീട് വരുന്നത് അവനെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തോട്ട്സ് ആയി വരുന്നത് ആദ്യം തരുന്നത് ദർശനങ്ങളും വിഷനുകളുമാണെങ്കിൽ അതിന്റെ പുറകെ വേറൊന്ന് വരുന്നുണ്ട്. അത് അവൻ തന്നെയാണ്. അവൻ വെളിപ്പെടാൻ പോകുകയാണ്. പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അബ്രഹാമിന് അതിനുശേഷം 15:1 ഉൽപ്പത്തി 15:1 ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, മലയാളത്തിൽ അരുളപ്പാടെന്നാണ്. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ കുറച്ചും കൂടെ സുഖമുണ്ട്. ആഫ്റ്റർ ദീസ് തിങ്സ് ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു അബ്രഹാം. ആദ്യം വന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വാക്കുകളാണ്. അടുത്ത വാക്ക് അതോടെ വിഷനും അവനുണ്ടായി. ആമേൻ. വിഷൻ മാത്രമല്ല ഉണ്ടായത്, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നില്ല, ദർശനം ഉണ്ടായിട്ട് മനസ്സിലാകുന്നില്ല. നേരെ സ്വർഗം അങ്ങ് താഴോട്ട് വന്നു, അവന്റെ കൈ പിടിച്ചു, എന്നിട്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കട ആകാശത്തേക്ക്, ആകാശത്തിലുള്ള നക്ഷത്രം എണ്ണാമോ എന്ന് പറഞ്ഞാൽ വേർഡ് വരുമ്പോ വിഷനും ദർശനങ്ങളും അതോടൊപ്പം അവനും മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങും. നിങ്ങളുടെ മുറിയിൽ നിങ്ങളുടെ പ്രയർ മുറിയിൽ ദൂതൻ ഇറങ്ങണേ എന്ന് കരയണ്ട. നിങ്ങളുടെ മുറിയിൽ സ്വർഗം ഇറങ്ങണേ എന്ന് പറയണ്ട. ഈ പുസ്തകത്തോടൊപ്പം ഇരുന്ന ആദ്യം അവന്റെ വേർഡ് വരും, അതോടൊപ്പം വിഷൻ ഉണ്ടാകും, അതോടൊപ്പം അവനെ തന്നെ അവൻ
വെളിപ്പെടുത്തും. How many of you want to see my God Jesus? എത്ര പേർക്ക് അവനെ കാണണമെന്നുണ്ടോ? Let meditate the word. When you start to meditate, the vision will join, and also he will manifest to you. ഈ പകൽ ചിലർക്ക് സ്വർഗത്തിന്റെ വിഷനുകൾ ഉണ്ടാകുന്നു, സ്വർഗത്തിന്റെ ദർശനങ്ങൾ ഉണ്ടാകുന്നു, സ്വർഗമുണ്ടാകുന്നു. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? എൻ്റെ കൂടെ എത്തിയോ? ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ എന്നെ ആദ്യം ദൈവത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നേ. അതിനെ ഞങ്ങൾ വിളിക്കും I am in the presence of the word. Another word we can say, I am in the presence of the Lord. When you are in the presence of the Lord, the word of the Lord come into your thoughts. That is not your thought, that is the thoughts of God. That is the thoughts of God. That is the word of the Lord. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. അത് വെറും ഒരു ചിന്തയല്ല, അത് ദൈവത്തിന്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ, do you know who you are? You are the carrier of the word of the Lord. Do you know who you are? You are the carrier of the word of the Lord. If you are carrying the word of the Lord, you are carrying Jesus. If you are carrying Jesus, you are carrying the presence of God. You are the carrier of the presence of the Lord. Do you know who you are? You are the mouth of the Lord. Do you know who you are? You are the mouth of the Lord. Do you know who you are? You are the voice of the Lord. ആ തോട്ട്സ് നിന്റെ വീട്ടിൽ കൊണ്ട് ചുരുട്ടി വെക്കാനല്ല, അലമാരിയിലുള്ള ഒരു ബുക്കിനകത്ത് എഴുതി വെക്കാനുള്ളതല്ല, എഴുന്നേറ്റ് പറയാനുള്ളതാ. നീ അത് പറഞ്ഞാൽ പറയും, ജോൺ ദാരു ബ്രദർ ദൈവത്തിന്റെ ശബ്ദം പറയുന്നു. എൻ്റെ ഒപ്പം എത്തിയോ? ഇത് കേട്ടിട്ട് സന്തോഷമുള്ളവർ എത്ര പേര് ഇതിനകത്തുണ്ട്? So when I was meditating the word, I started to think, that means I am meditating the Creator, or I am meditating the word means I am receiving a word from the mouth of the Lord. Oh, I am the carrier of His word. I am the carrier of His voice. I am the carrier of His voice. I am the mouth of my God. ഞാനൊരു സാധാരണ ആളല്ല, ഞാനൊരു സാധാരണക്കാരനും അല്ല, ദൈവത്തിന്റെ വചനം പറയുന്ന ആളാ ഞാൻ. കണ്ടോ കയ്യടിയുടെ ബലം പോയത് കണ്ടോ? കൈകടിച്ചൊരു ആമീൻ പറ. അതുകൊണ്ടാണ് ശമൂവേൽ 3:7 പറഞ്ഞത്, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. കാരണം എന്നാന്ന് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുക, യഹോവയുടെ വചനം അവനെ അന്നുവരെ വെളിപ്പെട്ടില്ലെന്ന്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്, now Samuel did not know personally experience the Lord. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വചനത്തെ റിസീവ് ചെയ്ത, he will experience the Lord. How many of you want to experience the Lord? Simple word, listen to the word and hear the word and meditate the word. You will experience the Lord. ബ്രദർ എന്ന് തൊട്ടാട്ടെ സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വിടുവേ, നീ ഇന്ന് പുസ്തകത്തിന്റെ ഒപ്പം ഇരിക്കെ, സ്വർഗം നിന്റെ മുറിക്കകത്തിരിക്കും. സ്വർഗം നിന്റെ മുറിയോട് ഇടപെടും. സ്വർഗത്തെ നീ കാണും, സ്വർഗം മുഴുവൻ നീ അനുഭവിക്കും. That is the word saying. അതാ ഈ പുസ്തകം പറയുന്നേ. ഞാൻ എപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ രഹസ്യങ്ങളെ അന്വേഷിക്കാറുണ്ട്. ഐ എം ഷെയറിംഗ് one of the secret, one of the mystery. If you are ready to walk with and meditate this mystery, I tell you, you will see the manifestations of God, no doubt. ഹല്ലേലൂയ. അതുകൊണ്ടാ 1 ശമൂവേൽ 3:10 പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ശമൂവേലിനെ ദൈവം വെളിപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ശമൂവേലിനെ ദൈവം വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. ഞാൻ ഇത്രയും നാൾ വായിക്കുമ്പോൾ 3 പ്രാവശ്യം യഹോവ അവനെ വിളിച്ചത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ പിന്നീട് ഇപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി 3:10. അപ്പോൾ യഹോവ വന്നു നിന്നു. എല്ലാവരും പറ,
അപ്പോൾ യഹോവ വന്നു നിന്നു. ശ്രദ്ധിച്ചോണം. അവിടെ പോയി നിന്നേ സോളി കിടന്ന് ഉറങ്ങുവാന്ന് വിചാരിച്ചോ? സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഡിപ്പാർട്ട് ചെയ്തു, എന്നിട്ട് അവന്റെ മുറിയിൽ വന്നു നിന്നു. എന്നിട്ടാണ് ശമൂവേലേ എന്ന് വിളിച്ചത്. Something is different there. എന്ന് പറയുമ്പോൾ നീ ഏതെങ്കിലും ദൈവശബ്ദം കേൾക്കുമ്പോ പുറകോട്ട് തിരിഞ്ഞു നോക്കുക, ആരോ പുറകെ നിൽപ്പുണ്ടോ? ഭയങ്കരവോ സോളി, ഭയങ്കരവോ? എനിക്ക് ചിന്തിച്ചിട്ടും കരഞ്ഞിട്ടും മതിയായില്ല. എത്ര പ്രാവശ്യം ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. I never turned back. But now I felt, whenever I'm hearing, I can see who is behind me. Somebody is behind me. Somebody is behind me. ആരോ ഒരാൾ വന്ന് നിന്നിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. Somebody is behind me. Somebody is behind me. Somebody is behind me. Somebody is behind me. ആരോ ഒരാൾ എന്നോട്, നീ കേൾക്കുന്ന പ്രവചന ശബ്ദം നീ ഏതൊരു തോട്ട്സ് ആന്ന് പറയരുത്, ആരോ ഒരാൾ പുറകെ നിൽപ്പുണ്ട്. Somebody is behind me. I feel to cry. Ooh, somebody is behind me. യോഹന്നാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കേട്ടു. യോഹന്നാൻ പറഞ്ഞു, ആരാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയെന്ന്. അത് മാത്രമേ യോഹന്നാൻ ഓർമ്മയുള്ളൂ. ബോധരഹിതനായി പോയി. Whenever you receive a rhema from the Lord, somebody is behind you, or somebody's right hand in your right hand, or somebody is in your left hand, or somebody is in front of you, or somebody is inside you. Brothers, take it seriously. Yesterday evening while I was meditating, I felt somebody is backing up. Somebody is behind me. That is not my thoughts. That is His words. അതെന്റെ ചിന്തയല്ല. ആരോ ഒരാൾ പുറകെ നിന്ന് പറയുക. എന്റെ കണ്ണു തുറന്നിട്ട് നോക്കിയ പുറകെ നിൽക്കുന്ന ആരോ ഒരാളെ കാണാം. ഞാൻ മീറ്റിംഗ് തുടങ്ങണേക്കുന്ന മുമ്പ് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ പ്രസംഗം അവസാനിക്കണേക്കാൾ മുമ്പ് സംതിങ്സ് ഹാപ്പൻ ഹിയർ. I know the presence of Lord is here. എത്ര പേർക്ക് അവനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? അവരെ എനിക്ക് കാണേണ്ടത്. അനുഭവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ പുസ്തകത്തെ സീരിയസ് അല്ലാതെ കാണില്ലേ. Draw near to my Lord. When you are closer to Him, that's produce words in your thoughts. It will change your whole life, brother. എനിക്ക് നിരിക്കണം. ലകസലകബറകബ റന്തനിയന്തലകബ ഓ റകസലകബ റുനിയന്തലക ലകസലകബ. ഒരു നിമിഷം കൂടെ എഴുന്നേൽക്കാവോ? How many of you felt the power of God is here? Can you confess, Lord, whenever I read the word, I never take it seriously. Whenever I receive a thought, I never take it seriously. I never think this is your word. I think it is like a thought. Lord, now I am repenting. I am repenting, Lord. I know this is not a thought coming into my heart. This is the word of the Lord coming into my heart. എത്ര പേർക്കൊന്ന് അനുദപിക്കാം? ഞാൻ വചനം വായിക്കുമ്പോ എത്രയോ പ്രാവശ്യം എൻ്റെ അകത്ത് പല ചിന്തകൾ വന്നു. അതെന്റെ ചിന്തകളായി മാത്രമേ ഞാൻ കണ്ടുള്ളൂ കർത്താവേ. എന്നാൽ അത് അങ്ങയുടെ ശബ്ദമാണ് എന്നെനിക്ക് മനസ്സിലായി.
എൻ്റെ ലൈഫിലും, ഞാൻ പറയുന്ന വാചകം ശരിക്കും കേട്ടോണം കേട്ടോ, എൻ്റെ ലൈഫിലും എൻ്റെ ചുറ്റുപാടുമുള്ളതിലും മാറ്റം വരുത്തേണ്ടതിനെ എൻ്റെ കയ്യിലേൽപ്പിച്ച the word of the Lord. Surely I can see a great presence upon you. ഇവിടെ പുറകിൽ ആരെങ്കിലും നിന്നേ, ആരും നോക്കാതെ. How many of you felt the presence? Enjoy. കണ്ണടയ്ക്ക് എന്നിട്ട് പറ, കർത്താവേ, thank you, Holy Spirit. Speak to him. Thank you, Holy Spirit. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും തലകീഴായി മറിക്കാൻ വേണ്ടത് നിങ്ങളുടെ അറയിലെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഒരു ദൈവവൃത്തിൻ്റെയും കൈവപ്പല്ല നിങ്ങൾക്ക് വേണ്ടത്. യു നീഡ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. കൈവപ്പൊക്കെ ആവശ്യമാണ്, ബട്ട് ആൾസോ ദിസ് ഈസ് ആൾസോ സീരിയസ്. ദിസ് ഈസ് ആൾസോ പവർഫുൾ. Close your eyes. ആ കണ്ണുകൾ അടച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവേ, താങ്ക് യു ലോർഡ്. എന്നോട് നീ സംസാരിച്ചതിന് നന്ദിയപ്പാ. നീ എന്നോട് ഇടപെടുന്നതിന് നന്ദിയപ്പാ. ഞാൻ എടുത്തൊരു വചനം കൂടെ വായിക്കുക, ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഇങ്ങനെ ഷീലോഹിൽ വെച്ച് ശമൂവേലിനെ യഹോവയുടെ വചനത്തിൽ വെളിപ്പെട്ടതിന് ശേഷം യഹോവ വീണ്ടും വീണ്ടും ഷീലോഹിൽ വെച്ച് പ്രത്യക്ഷനായി. അതിനവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ? ഷീലോഹിൽ വെച്ച് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ടതിന് ശേഷം. ഓരോ വചനവും ഓരോ വെളിപ്പാടുകളാണ്, ഓരോ റെവലേഷനാണ്, ഓരോ വിഷനാണ്, ഓരോ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ട് കുറച്ചും കൂടെ കയറി പറയുക. ലാസ്റ്റ് വേർഡ് ഓരോ ദൈവിക വെളിപ്പെടലുകളാണ്. ഓരോ ദൈവിക വെളിപ്പെടലുകളും വേർഡിനോടൊപ്പം വരാം. നിങ്ങളുടെ അകത്ത് വചനം ലഭിക്കുമ്പോൾ ദൈവം വെളിപ്പെട്ട് നിൽക്കുക നിങ്ങളുടെ മുറിയിലെ. ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഞാൻ എങ്ങനെയാ പറയുന്നതെന്ന് പറയട്ടെ, ചിന്തിക്കുന്നതെന്ന് പറയട്ടെ. എനിക്കൊരു തോട്ട്സ് ലഭിക്കുമ്പോൾ ഞാൻ ഇടത്തും വലത്തും പുറകിലൊക്കെ ഇപ്പോൾ നോക്കും. ഹു ഈസ് നിയർ ടു മീ? ഐ ആം നോട്ട് ജോക്കിംഗ്. ആരോ ഒരാളെൻ്റെ അടുക്കൽ നിൽപ്പുണ്ട്. ഹി ഈസ് ട്രൈങ് ടു ഷെയർ സംതിങ്. നിങ്ങൾ ആരാന്ന് വല്ലതും അറിയാവോ? യു ആർ സോ വാല്യുബിൾ. നിങ്ങളുടെ അകത്തുള്ള ചിന്ത എത്ര വലുതാണെന്നറിയോ? സോ വാല്യുബിൾ. അവിടെയാ ഒരു സെക്ഷലായ ചിത്രമോ സെക്ഷലായ നോട്ടമോ വികാരപ്പെടുത്തുന്ന ഒരു സാഹചര്യമോ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ പിശാച് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ജോസഫ് പറഞ്ഞേ, ഞാൻ അവളുടെ അടുക്കൽ ഇരിക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ള ഡ്രീംസ് ആൻഡ് വിഷൻസ് ഐ വോണ്ട് അലോ ടു കറപ്റ്റ് ബൈ ദിസ് വേൾഡ്. എൻ്റെ അകത്തുള്ള വാല്യുബിൾ ആയത് ഈ അഴുക്കായതിനു വേണ്ടി ഞാൻ കളയത്തില്ല. ഓൺലൈനിൽ എന്നെ കാണുന്നവർ, ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവർ, നാളെ എന്നെ കാണുന്നവർ എത്ര പേര് ഡിസിഷൻ എടുക്കും? എൻ്റെ അകത്തെ വാല്യുബിളായ ഇത്രയും വിലയേറിയ
ഇത്രയും വിലപ്പെട്ട ദൈവത്തിൻ്റെ ചിന്ത നശിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ചിന്തയെ നഷ്ടമാക്കുന്ന ഒരു ചിത്രവും ഒരു സാഹചര്യവും ഇനി ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ കൊല്ലത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, വ്യഭിചാരം ചെയ്ത ഒരാൾ, വ്യഭിചാരത്തിൽ വീണുപോയ ഒരാൾ, ആ വീണു പോയതിനേക്കാൾ ഭയാനകമാണ് അതിലേക്ക് അയാൾ ചെന്ന സ്ഥലം, അയാൾ അട്രാക്റ്റ് ആവുന്ന സ്ഥലം. അത് മനസ്സിന്ന് പോകാൻ ഭയങ്കര പാടാ. Can I repeat it? ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി, ഒരാള്, പക്ഷെ അത് കണ്ടോ ഒരു സിനിമ പാട്ടിലൂടെ സംസാരിച്ചത്? അപ്പനും അമ്മയും വീട്ടിലില്ല, അപ്പനും അമ്മയും എന്താ, അപ്പനും അമ്മയും വീട്ടിലില്ലെങ്കിൽ കുഴപ്പം എന്താ? അതിനെത്ര രുചിയായി തോന്നുന്നു എന്താ? വൈ? അപ്പോ ഞാനൊന്ന് വിളിച്ചു. ആ വിളിച്ച് ആള് റെസ്പോണ്ട് ചെയ്ത വിധം കുറച്ച്, അങ്ങനെയാണ് അട്രാക്ഷൻസും സാഹചര്യങ്ങളും ക്രിയേറ്റഡ് ആകുന്നത്. ആ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഉണ്ടാക്കിയെടുത്ത സാഹചര്യങ്ങൾ അത് മനസ്സിന്ന് പോത്തില്ല. നീ വ്യഭിചാരം ചെയ്തത് ഈസി, കർത്താവ് നിന്നോട് ക്ഷമിക്കട്ടെ, പക്ഷെ അതൊന്നും നിങ്ങളുടെ മനസ്സിലെ ഇൻപ്രിന്റഡ് സ്വാധീനിക്കപ്പെടും. എത്ര പേർക്ക് മനസ്സിലാവും? അത് തലേന്ന് പോത്തില്ല. ഒരു ഓർക്കുമ്പോൾ വ്യഭിചാരം ചെയ്ത ചിന്തയല്ല, അന്ന് വന്ന ചിന്ത, അന്ന് പറഞ്ഞ കാര്യം, അന്ന് ഇടപെട്ട കാര്യം, അതാ തലേ ഭരിക്കുക. ഒരാളെ കൊലപാതകം ചെയ്തതിനേക്കാൾ പ്രശ്നം ആ കൊലപാതകത്തിലേക്ക് നടത്തുന്ന വികാരങ്ങൾ, അതാണ് പ്രശ്നമുള്ളത്. അതിനുവേണ്ടി അവനെ ഞാൻ അവിടെ വെച്ച് തട്ടും എന്ന് ചിന്തിക്കുന്ന പ്ലാൻ ഉണ്ടല്ലോ, അത് തലേന്ന് പോത്തില്ല. Are you listening? Are you hearing? അതിനെ ക്രൂക്കഡ്നെസ് എന്ന് പറയുന്നേ. കർത്താവിനോട് പറ, കർത്താവേ, ഇനി എൻ്റെ ജീവിതം അങ്ങേക്കുള്ളതാ. എന്റെ ജീവിതം അങ്ങേക്കുള്ളതാ. സംസാരിക്കേ കർത്താവിനോട്, കർത്താവിനോട് സംസാരിക്കേ. നിങ്ങളുടെ കാര്യമല്ല എനിക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത് വേറൊരു രീതിയാ. വഞ്ചനയുടെ സ്വഭാവങ്ങളെല്ലാം മനസ്സിനകത്ത് ഉളവാകുന്നേ. എവറി ക്രൂക്കഡ്നെസ് ഫോംഡ് ഇൻ യുവർ തോട്ട്സ്. എല്ലാ വഴിവിട്ട ഇടപെടലുകളും, എല്ലാ വഴിവിട്ട കാര്യങ്ങളും ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്കകത്താ. അതേ സ്ഥലത്താണ് നിങ്ങളും ഞാനും ദൈവശബ്ദം കേൾക്കുന്നത്. നിങ്ങൾക്ക് ഏതാ വലുത്? കേൾക്കേണ്ട ദൈവശബ്ദമോ അതോ അഴുക്കോ? ഡിസൈഡ്, തീരുമാനിക്കേ. ഫാദർ, താങ്ക് യു വെരി മച്ച് ഫോർ ദ വണ്ടർഫുൾ ഡേ. നീ ഞങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാപ്പാ. ഞങ്ങളുടെ ശരീരങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ മനസ്സും വിശുദ്ധിയുള്ളതായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നിന്റെ ശബ്ദത്തിന്, എൻ്റെ മനസ്സിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ അപ്പാ. കർത്താവേ, ആ ശബ്ദം കേട്ട് എല്ലാ ദിവസവും അങ്ങയോടൊപ്പം നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇൻ ജീസസ് നെയിം. ഞാൻ പ്രേമിച്ചിട്ടുണ്ട്, ഒരാളെയൊന്നും അല്ല കേട്ടോ, ഒത്തിരി പെൺപിള്ളേരെ പ്രേമിച്ചിട്ടുണ്ട്. പ്രേമത്തിൻ്റെ തുടക്കം മുതൽ നമ്മുടെ മനസ്സിൽ ആ ചിന്തകൾ മുഴുവൻ സ്വാധീനിക്കാൻ തുടങ്ങും. ഒരു പെങ്കൊച്ചിനെ വളയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനുള്ള വാക്കുകൾ ഞങ്ങൾ ഒരുക്കി വെക്കും. അതായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നേ. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? ഞാനൊരു അഴുക്ക മനുഷ്യനായിരുന്നു, അവിടുന്ന് യേശുവിനെ എന്നെ രക്ഷിച്ചേ. എനിക്ക് മനസ്സിലായി അത് മുഴുവൻ ആശയങ്ങളായി തലയിലാണ് വരുന്നേ. അതാ സൂത്രം. ഞാൻ ബെറ്റ് കെട്ടി പ്രേമിച്ചിട്ടുണ്ട്. ആ പെങ്കൊച്ചിനെ ഞാൻ വളയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പ്രേമിച്ചിട്ടുണ്ട്. പിശാച് അതിനെല്ലാം എനിക്ക് ജയം തരുകയും ചെയ്തു. എന്നെ കൂടെ ഉണ്ടോ? ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു അന്നെല്ലാം ചെയ്തത്. അതിനുള്ള സൂത്രങ്ങൾ ഒരുക്കി. എങ്ങനെ 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 അതിനുവേണ്ടി അത്യാവശ്യം കവിത എഴുതി. സീരിയസ്ലി, he know, devil know all the tricks. പ്രേമത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ ക്രൂക്കഡ്നെസ്സിനും പിശാചിന് പ്ലാൻ ഉണ്ട്. Don't allow your mind for the play.
ഒന്ന് കരമുയർത്തി പറഞ്ഞു, എൻ്റെ മനസ്സിനെ എന്റെ മനസ്സിനെ പിശാചിന്റെ ഒരു പ്രവർത്തനത്തിന് ഞാൻ കൊടുക്കത്തില്ല. പിശാചിന്റെ ഒരു പ്രവർത്തനത്തിന് ഞാൻ കൊടുക്കത്തില്ല. ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ കാണുന്ന ഒരു വെളിപ്പാട് പറയട്ടെ. ഈ ഹോള് മുഴുവൻ ദൂതന്മാർ നിൽക്കുന്നു. എനിക്ക് ഇതുവരെ കേൾക്കാത്തൊരു പാട്ടിൻ്റെ ശബ്ദവും കാഹളത്തിൻ്റെ ശബ്ദവും കേൾക്കാം. അസാധാരണമായി ചിറകുകൾ വീശുന്ന ആ ചിറകുകളുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ആ കാറ്റിന്റെ ശരീരത്തിൽ അറിയാം. This is the power of God moving now. Jalka raka, receive the power anointing. Receive your healing now. Receive the anointing now. Come on. ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു ശബ്ദം ഉയർത്താം. ആമേൻ പറയാൻ പറ്റുന്ന ഒരു ആമേൻ പറ. This is the place of the anointing. ഞാൻ നോക്കുമ്പോൾ ചിലരുടെ തലയിൽ ദൈവം സീൽ ചെയ്യുന്നു. ചിലരെ ദൈവം ദൈവത്തിനായി വേർതിരിക്കുന്നു. ചിലർക്ക് ദൈവം പുതിയ കുപ്പായം കൊടുക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുന്നു. ചിലരെ ദൈവം ഡിസൈൻ ചെയ്യുന്നു. ചിലർക്ക് പുതിയ വെള്ള വേഷം കൊടുക്കുന്നു. This is the time of your holiness. നിങ്ങൾ പുതുതാകുകയാണ്. നിങ്ങൾ പുത്തനാകുകയാണ്. നിങ്ങൾ പുതുതാകുകയാണ്. ഹലോ ബ്രദേഴ്സ്, റിസീവ്. നിങ്ങൾ പുതുതാകുകയാണ്. മനസ്സും ശരീരവും ചിന്തകളും മുഴുവനും പുതുതാകുകയാണ്. പുതുതാകുകയാണ്. Love you Jesus. Love you Jesus. Thank you Holy Spirit. We worship you Lord. സഹോദരങ്ങളെ, ഇന്നു മുതൽ മനഃപൂർവ്വമായിട്ട് 15 മിനിറ്റ് രാവിലെ ബൈബിൾ വായിക്കാൻ മാറ്റി വയ്ക്കണം. ഒന്നും മനസ്സിലായില്ലെങ്കിലും വായിക്കണം. സാധിക്കുന്ന ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഒരു അധ്യായം വായിക്കണം. വൈകുന്നേരം കിടക്കുന്ന നിൽക്കുമ്പോൾ 2 അധ്യായം വായിക്കണം. സാധിക്കുന്നൊരു ചെയ്താട്ടെ. അതിനുവേണ്ടിയാണ് ഞാൻ ഡയറി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കിയത്. എന്നിലുള്ള അഡിക്ഷൻ നിങ്ങൾക്ക് വരാനാണ് ഞാനത് ചെയ്തത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.